ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുല്യതാ ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്റർ ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ കാലാവസ്ഥ. ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യം പോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയിലും വൈവിധ്യമുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥാ വൈവിധ്യത്തിൽ ചില ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ 4 വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നിവയാണവ. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ശൈത്യകാലം എന്താണ്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. സമുദ്ര സാമീപ്യമുള്ള സംസ്ഥാനങ്ങളിൽ ഇക്കാലത്ത് ശൈത്യകാലം തീവ്രതയുള്ളതല്ല. എന്നാൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത ഉത്തരേന്ത്യയിൽ ശൈത്യകാലം പൊതുവെ തീവ്രമായിരിക്കും. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഇക്കാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ്. അടുത്ത പോയിന്റ്, ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന മറ്റൊരു കാലാവസ്ഥ പ്രതിഭാസമാണെന്ത്? പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്നത് എന്താണ്? ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന മറ്റൊരു കാലാവസ്ഥ പ്രതിഭാസമാണ്. അടുത്ത പോയിന്റ്, ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം. ഈ ന്യൂനമർദ്ദം കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര മഹാസമതലത്തിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്നു. ഇതിനെ പശ്ചിമ അസ്വസ്ഥത എന്ന പേരിൽ അറിയപ്പെടുന്നു. ശൈത്യകാല വിളകളുടെ വളർച്ചയ്ക്ക് ഈ കാലാവസ്ഥാ പ്രതിഭാസം ഏറെ സഹായകമാണ്. അടുത്ത പോയിന്റ് നോക്കാം. എന്താണ്? ഉഷ്ണകാലം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ മാസങ്ങളിലാണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലം ഏറെ തീവ്രമായിരിക്കും. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാമർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാമർ എന്ന സ്ഥലത്താണ്. ഇക്കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ഏതൊക്കെ? ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി മുതലായവ. അപ്പോൾ ഉഷ്ണകാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ഏതൊക്കെ? ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി മുതലായവ. അടുത്ത പോയിന്റ് നോക്കാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത്. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. പിന്നെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് തന്നെ കാരണമാകുന്നത് എന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ് നോക്കാം. ഈ കാലത്ത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്നതിനാൽ ഇന്ത്യയിൽ പൊതുവെ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നു. തന്മൂലം ഇവിടെ ന്യൂനമർദ്ദം സൃഷ്ടിക്കപ്പെടുന്നു. താരതമ്യേന ചൂട് കുറവുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ ഉച്ചമർദ്ദമായിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. മർദ്ദം കൂടിയ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് വായു ആകർഷിക്കപ്പെടുന്നു. അടുത്തത്, കൊറിയോളിസ് പ്രഭാവത്താൽ വായുവിൻ്റെ ഈ സഞ്ചാരം വലത്തോട്ട് തിരിയുന്നതിനാൽ കാറ്റ് തെക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും. അടുത്ത പോയിന്റ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് 2 ശാഖകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അറബിക്കടൽ ശാഖ, മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാറ്റിന് 2 ശാഖകളുണ്ട്. ഏതൊക്കെയാണ്? അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമാണ്. ഈ 2 ശാഖകളും വീശി പോകുന്ന പ്രദേശങ്ങളിലെ കാറ്റിന് അഭിമുഖമായ പർവ്വത ചെരുവുകളിൽ നല്ല മഴ പെയ്യുന്നു. കാറ്റ് മുന്നേറുന്നതിനനുസരിച്ച് മഴയുടെ അളവ് കുറഞ്ഞു വരുന്നു. 2 ശാഖകളും പഞ്ചാബ്, ഹരിയാന മേഖലകളിൽ വെച്ചിട്ട് ഒന്നായിട്ട് ഹിമാലയത്തിലേക്കാണ് നേരെ വീശുന്നത്.
അടുത്ത പോയിന്റ് എന്താണ്? വടക്കുകിഴക്കൻ മൺസൂൺ കാലമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് പൊതുവെ വടക്കുകിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ വടക്കുകിഴക്കൻ മൺസൂൺ കാലം ഏത് കാലയളവിലാണ് അനുഭവപ്പെടുന്നത്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് പൊതുവെ വടക്കുകിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ഇക്കാലത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ ന്യൂനമർദ്ദവും ഉത്തരേന്ത്യയിൽ ഉച്ചമർദ്ദവുമാണ് അനുഭവപ്പെടുക. വടക്കുകിഴക്കൻ മൺസൂൺ സമയത്ത് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂനമർദ്ദവും ഉത്തരേന്ത്യയിൽ ഉച്ചമർദ്ദവുമാണ് അനുഭവപ്പെടുക. അടുത്ത പോയിന്റ്, ഈ മർദ്ദവ്യത്യാസം ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വായുവിനെ ആകർഷിക്കപ്പെടുന്നു. ഈ മർദ്ദവ്യത്യാസം എന്താണ്? ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വായുവിനെ ആകർഷിക്കപ്പെടുന്നുണ്ട്. കൊറിയോലിസ് പ്രഭാവത്താൽ കാറ്റിന്റെ ദിശ വലത്തോട്ട് തിരിയുന്നതിനാലാണ് കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? വീശുന്നതിനാൽ പൊതുവെ വരണ്ട കാറ്റായിരിക്കും. ഇക്കാലത്ത് പൊതുവെ മഴ തീരെ കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടൽ മുറിച്ചു കടന്ന് കൊറമാൻഡൽ തീരത്ത് നിന്ന് ഈ കാറ്റ് അവിടെ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഈ കാലത്ത് ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസം ഒക്ടോബർ ഹീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. ശൈത്യകാലം ഏത് സമയത്താണ്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ മാസങ്ങളിലാണ് ശൈത്യകാലം? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. സമുദ്ര സാമീപ്യമുള്ള സംസ്ഥാനങ്ങളിൽ ഇക്കാലത്ത് ശൈത്യകാലം തീവ്രമായുള്ളതല്ല. എന്നാൽ സമുദ്ര സാമീപ്യമില്ലാത്ത ഉത്തരേന്ത്യയിൽ ശൈത്യകാലം പൊതുവെ തീവ്രമായിരിക്കും. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടും. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഇക്കാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന മറ്റൊരു കാലാവസ്ഥാ പ്രതിഭാസത്തിന്റെ പേരാണെന്ത്? പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന മറ്റൊരു കാലാവസ്ഥാ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഈ ന്യൂനമർദ്ദം കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര മഹാസമതലത്തിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇതിനെ പശ്ചിമ അസ്വസ്ഥത എന്ന പേരിൽ അറിയപ്പെടുന്നു. ശൈത്യകാല വിളകളുടെ വളർച്ചയ്ക്ക് ഈ കാലാവസ്ഥാ പ്രതിഭാസം എന്താണ്? വളരെ സഹായകമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഉഷ്ണകാലം. ഇന്ത്യയിലെ ഏത് മാസങ്ങളിലാണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലം ഏറെ തീവ്രമായിരിക്കും. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന സ്ഥലത്താണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാണ്? ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി മുതലായവയാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ഇത്. ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി മുതലായവ. അടുത്ത പോയിന്റാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത്. തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഈ കാലത്ത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഇന്ത്യയിൽ പൊതുവെ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നു. തന്മൂലം ഇവിടെ ന്യൂനമർദ്ദം സൃഷ്ടിക്കപ്പെടുന്നു. താരതമ്യേന ചൂട് കുറവുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ ഉച്ചമർദ്ദമായിരിക്കും. മർദ്ദം കൂടി ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് വായു ആകർഷിക്കപ്പെടുന്നു. അടുത്ത പോയിന്റ് എന്താണ്? കൊറിയോലിസ് പ്രഭാവത്താൽ വായുവിന്റെ ഈ സഞ്ചാരം വലത്തോട്ട് തിരിയുന്നതിനാൽ കാറ്റ് തെക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും വീശുക. അടുത്ത പോയിന്റ് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് 2 ശാഖകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവ ഏതൊക്കെയാണ്? അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമാണ്. ഈ 2 ശാഖകളും വീശിപ്പോകുന്ന പ്രദേശങ്ങളിലെ കാറ്റിന് അഭിമുഖമായ പർവ്വത ചെരുവുകളിൽ നല്ല മഴ പെയ്യുന്നു. അടുത്ത പോയിന്റ് എന്താണ്? കാറ്റ് മുന്നേറുന്നതിനനുസരിച്ച് മഴയുടെ അളവ് കുറഞ്ഞു വരുന്നു. 2 ശാഖകളും പഞ്ചാബ്, ഹരിയാന മേഖലകളിൽ വെച്ചിട്ട് ഒന്നായിട്ട് എവിടേക്ക് വീശുന്നു? ഹിമാലയത്തിലേക്ക് വീശുന്നുണ്ട്. അടുത്ത പോയിന്റ് വടക്കുകിഴക്കൻ മൺസൂൺ കാലം. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് പൊതുവെ വടക്കുകിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ ന്യൂനമർദ്ദവും ഉത്തരേന്ത്യയിൽ ഉച്ചമർദ്ദവുമാണ് അനുഭവപ്പെടുക.
അടുത്ത പോയിന്റ് നോക്കാം. ഈ മർദ്ദ വ്യത്യാസം ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വായുവിനെ ആകർഷിക്കപ്പെടുന്നുണ്ട്. കൊറിയോളിസ് പ്രഭാവത്താൽ കാറ്റിന്റെ ദിശ വലത്തോട്ട് തിരിയുന്നതിനാലാണ് കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? കരയിൽ നിന്നും വീശുന്നതിനാൽ പൊതുവെ എന്താണ്? വരണ്ട കാറ്റായിരിക്കും. ഇക്കാലത്ത് പൊതുവെ മഴ തീരെ കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടൽ മുറിച്ചു കടന്ന് കോറമാൻഡൽ തീരത്തെത്തുന്ന ഈ കാറ്റ് അവിടെ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? ഈ കാലത്ത് ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാകുന്നു. അതുകൊണ്ട് ഈ പ്രതിഭാസം എന്നറിയപ്പെടുന്നു ഒക്ടോബർ ചൂട്, ഒക്ടോബർ ഹീറ്റ് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് എന്താണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓരോ കാർഷിക വിളയ്ക്കും അനുകൂലമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ അനിവാര്യമാണ്. വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം എന്നിവയെ അടിസ്ഥാനമാക്കി കാർഷിക കാലങ്ങളെ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ കാർഷിക വിളയ്ക്കും അനുകൂലമായ ഭൂമിശാസ്ത്രമായ സാഹചര്യങ്ങൾ അനിവാര്യമാണ്. വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം എന്നിവയുടെ അടിസ്ഥാനമാക്കിയിട്ട് കാർഷിക കാലങ്ങളെ എന്തൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി, സെയ്ദ്. കാർഷിക കാലങ്ങൾ വിളയിറക്കൽ കാലം. ഖാരിഫിൽ മൺസൂണിന്റെ ആരംഭത്തിൽ, അതായത് ജൂൺ മാസത്തിലാണ് വിളയിറക്കുന്നത്. വിളവെടുപ്പ് എന്താണ്? ഖാരിഫിൽ വിളവെടുപ്പ് മൺസൂണിന്റെ അവസാനം, അതായത് നവംബർ ആദ്യ വാരത്തിലാണ്. പിന്നെ പ്രധാന വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടലയൊക്കെ ഖാരിഫ് വിളകളാണ്. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് ഏതൊക്കെ? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അടുത്തത് റാബിയാണ്. റാബിയുടെ വിള ഇറക്കൽ കാലം ശൈത്യകാല ആരംഭത്തിലാണ്, അതായത് നവംബർ മധ്യത്തിൽ. വിളവെടുപ്പ് എന്താണ്? വേനലിന്റെ ആരംഭത്തിൽ, മാർച്ചിലാണ്. പ്രധാന വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. റാബി വിളകളാണേത്? ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. അടുത്ത പോയിന്റ് നോക്കാം. സെയ്ദ്. സെയ്ദ് എന്താണ്? വേനലിന്റെ ആരംഭത്തിലാണ്, മാർച്ച് മാസത്തിലാണ് വിളയിറക്കുന്നത്. വിളവെടുപ്പ് എന്താണ്? മൺസൂണിന്റെ ആരംഭം, അതായത് ജൂൺ മാസത്തിലാണ് വിളവെടുക്കുന്നത്. പ്രധാന വിളകളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്നതാണ് എന്ത്? സെയ്ദ് കാർഷിക കാലം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിൽ ചിലതാണ് പരുത്തി തുണി വ്യവസായം, പഞ്ചസാര വ്യവസായം, ചണ വ്യവസായം എന്നിവ. ആദ്യം നോക്കാം പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഏത്? പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് എവിടുന്നാണ്? 1854 മുംബൈയിലാണ്. വൻതോതിൽ ഉൽപാദനം ആരംഭിച്ചത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ എന്താണ് അറിയപ്പെടുന്നത്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം ഏതാണ്? മുംബൈയാണ്. അതുകൊണ്ട് മുംബൈ എന്താണ് അറിയപ്പെടുന്നത്? കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് പഞ്ചസാര ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുള്ളത്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയുന്നു. സുക്രോസിന്റെ അളവിനെ ആശ്രയിച്ചിട്ടാണ് എന്ത്? പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. താരതമ്യേന വില കുറഞ്ഞ നാരുവിളയാണ് ചണം. അടുത്തത് എന്താണ്? ചണത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ 2ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ലോകരാജ്യങ്ങളിൽ 2ാം സ്ഥാനം ചണം ഉൽപ്പാദനത്തിൽ ആർക്കാണ്? ഇന്ത്യക്കാണ്. ധാതുക്കളും ധാതുഅധിഷ്ഠിത വ്യവസായങ്ങളും നോക്കാം. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഏത്? ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ചുവടെ കാണുന്ന വിധം വർഗീകരിച്ചിരിക്കുന്നു. അതൊന്ന് നോക്കാം. ധാതുക്കൾ എന്തൊക്കെയാണ്? ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലോഹധാതുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പിന്റെ അംശമുള്ളവ, ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്ന് വീണ്ടും തിരിച്ചിട്ടുണ്ട്. അലോഹധാതുക്കളാണ് ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളും. ഇരുമ്പിന്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഏത്? ഇരുമ്പയിരും മാംഗനീസും. ഇരുമ്പിന്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പയിര്, മാംഗനീസ്. അടുത്തത് ഇരുമ്പിന്റെ അംശമില്ലാത്തവയാണ് ഏത്? സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. ഇരുമ്പിന്റെ അംശമില്ലാത്തവയാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അടുത്തത് അലോഹധാതുക്കളിലെ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരിയും പെട്രോളിയം. അലോഹധാതുക്കളിലെ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്? കൽക്കരി, പെട്രോളിയം. അടുത്തത് അലോഹധാതുക്കളിലെ മറ്റു ധാതുക്കളുടെ ഉദാഹരണമാണ് അഭ്രം. അപ്പം നമുക്ക് ഈ
ഈ പാർട്ട് ഒന്നുകൂടെ നോക്കാം. കൃഷിയും കൃഷിയധിഷ്ഠിത വ്യവസായങ്ങളും ഓരോ കാർഷിക വിളയ്ക്കും അനുകൂലമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ അനിവാര്യമാണ്. വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം എന്നിവയുടെ അടിസ്ഥാനമാക്കിയിട്ട് കാർഷിക കാലങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ്. ഖാരിഫിൽ വിളയിറക്കൽ കാലം മൺസൂണിന്റെ ആരംഭത്തിൽ, അതായത് ജൂൺ മാസത്തിൽ. വിളവെടുക്കുന്നത് മൺസൂണിന്റെ അവസാനത്തിൽ, നവംബർ ആദ്യ വാരത്തിലാണ്. അതിലെ പ്രധാനപ്പെട്ട വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടലയൊക്കെ ഖാരിഫിലാണ്. റാബി ഏതാണ്? ശൈത്യകാല ആരംഭത്തിൽ വിളയിറക്കി വിളവെടുക്കുന്നത് വേനലിന്റെ ആരംഭം, മാർച്ച് മാസത്തിലാണ്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങളാണ് റാബി വിളകൾക്ക് ഉദാഹരണം. സെയ്ദ് എന്താണ്? വിളയിറക്കുന്നത് വേനലിന്റെ ആരംഭം, മാർച്ച് മാസത്തിൽ വിളയിറക്കി വിളവെടുപ്പ് എന്നാണ് മൺസൂണിന്റെ ആരംഭത്തിൽ, ജൂൺ മാസത്തിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വിളകളായത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെയാണ് സെയ്ദിൽ ഉൾപ്പെടുന്നത്. അടുത്ത മുന്നോക്കാം. ഇന്ത്യയിലെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിൽ ചിലതാണ് പരുത്തി തുണി വ്യവസായം, പഞ്ചസാര വ്യവസായം, ചണ വ്യവസായം. പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി തുണി മില്ല് എന്നാ സ്ഥാപിതമായത് 1818 എവിടെയാണ്? കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് എന്നാണ്? 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രമാണേത്? മുംബൈയാണ്. എന്തുകൊണ്ട് മുംബൈയെ മറ്റൊരു പേരാണ് എന്ത്? കോട്ടൺ ഓഫ് പോളീസ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടൺ ഓഫ് പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലെ പഞ്ചസാര ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുള്ളത്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയും. സുക്രോസിന്റെ അളവിനെ ആശ്രയിച്ചാണ് പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അടുത്തത് താരതമ്യേന വില കുറഞ്ഞ നാരുവിളയാണ് എന്ത്? ചണം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ 2ാം സ്ഥാനമാണുള്ളത്. അടുത്തത് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ധാതു വിളകളെ 2ആയി തിരിക്കാം: ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. ലോഹധാതുക്കളിൽ വീണ്ടും 2ആയി തിരിക്കാം: ഇരുമ്പിന്റെ അംശം ഉള്ളവ, ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ. അതിൽ ഇരുമ്പിന്റെ അംശം ഉള്ളവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, മാംഗനീസും. ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയ്ക്ക് ഉദാഹരണമാണ് ഇത്? സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അടുത്തത് അലോഹധാതുക്കളെ 2ആയി തിരിക്കുന്നു: ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളും. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം. മറ്റു ധാതുക്കളാണ് ഇത്? അബ്രം. അടുത്ത പോയിന്റ് നോക്കാം. ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ സംബന്ധിച്ചുള്ള വസ്തുതകൾ ചുവടെ ഉള്ള പട്ടികയിൽ നോക്കാം. ഇരുമ്പുരുക്കുശാല: ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ. സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിൽ, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. സവിശേഷത: ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത്? ടിസ്കോ. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ. എന്താണ്? കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സവിശേഷത: പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL, ഭദ്രാവതി, കർണാടകത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത്? VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് VISL. അടുത്തത് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, ദുർഗ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. അടുത്തത് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്, ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. അടുത്തത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്, ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലാണ്. 1962 UK സാങ്കേതിക സഹായത്തോടെയാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്തത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ്, ബൊക്കാറോ ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും
പട്ടിക നോക്കിയിട്ട് വേണം പോകാൻ എക്സാമിനൊക്കെ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ഗതാഗത മാർഗ്ഗങ്ങളാണ്. വൈവിധ്യമാർന്ന ഗതാഗത മാർഗ്ഗങ്ങൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾ ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗ്ഗങ്ങൾ കാണപ്പെടുന്നത്. റോഡ് ഗതാഗതത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ റോഡുകളെ പ്രധാനമായും ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ എന്നറിയപ്പെടുന്നത്. ഇവയുടെ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. ദേശീയപാതകളുടെ നിർവഹണ ചുമതല ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. അടുത്ത പോയിന്റ്, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഇത്തരം റോഡുകളുടെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. അടുത്ത പോയിന്റ്, ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഇവയുടെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. അടുത്തത്, ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. ഇവയുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അടുത്തത്, ഇന്ത്യയിലെ വൻ നഗരങ്ങളായ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു നിർമ്മിച്ചിട്ടുള്ള 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ വൻ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ള 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്തിട്ട് എന്താണ് അറിയപ്പെടുന്നത്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. റെയിൽ ഗതാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എന്ത്? റെയിൽ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ ഇന്ത്യൻ റെയിൽവേക്ക് നിർണായകമായ പങ്കാണുള്ളത്. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ 16 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേയെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ജലഗതാഗതം. മറ്റ് ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് ജലഗതാഗതത്തിന് ചില മേന്മകൾ കാണാനാകും. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉത്തമമാണ് ജലഗതാഗതം. പിന്നെന്താണ്? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് ജലഗതാഗതമാണ്. അടുത്ത പോയിന്റ് എന്താണ്? ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ തരംതിരിക്കാം. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ജനങ്ങൾ ഉൾനാടൻ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നുണ്ട്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയൊരുക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഉണ്ട്. പിന്നെ ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും. ബക്കിംഗ്ഹാം കനാല് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിലെ. അടുത്തത് എന്താണ്? മണ്ടോവി, സുവാരി നദികൾ ഗോവയിൽ. പിന്നെ കേരളത്തിൽ കായലുകൾ. തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് സമുദ്ര ജലഗതാഗതം നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് 12ഓളം പ്രധാന തുറമുഖങ്ങളും 85ഓളം ചെറിയ തുറമുഖങ്ങളുണ്ട്. അതിലെ പ്രധാന തുറമുഖങ്ങളാണ് ഇതൊക്കെ? മർമഗോവ, മുംബൈ, നവശേവ, മംഗലാപുരം, കോഴിക്കോട്, കൊച്ചി, തൂത്തുക്കുടി, പിന്നെ ചെന്നൈ, വിശാഖപട്ടണം, പാരാദ്വീപ്, കൊൽക്കത്ത, ഹാൽഡിയ അങ്ങനെ ഉള്ളതൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും.